എങ്ങനെയാണ് നമുക്ക് ഈ ഫിയറിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നത്? ഒരിക്കലും ഒരു ക്ലയൻറ്റിനെ ഡീൽ ചെയ്തപ്പം അവർ ഒരു ലേഡി ആയിരുന്നു. ഒരു ലേറ്റ് 20s ഒരു ഗ്രൂപ്പിൽ ഇരുന്ന് ഒരു ഒപ്പീനിയൻ പറയാൻ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ദേഹത്തേക്ക് ഒരു ഫോക്കസ് ഫ്ലൈറ്റ് കൊണ്ടുവന്ന് വെച്ച പോലെ ആ ഒരു പബ്ലിക്കിൽ ഫേസ് ചെയ്യാനായിട്ടുള്ള സംസാരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് തരുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് നമ്മളവിടെ പേടി വരുമ്പം നമ്മൾ ആ ഫിയറിനെ നെയിം ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ മുന്നോട്ട് വരുമ്പോൾ അവരെന്നെ ജഡ്ജ് ചെയ്താലോ, ഞാൻ ഫെയിലായി പോയാലോ, ഞാൻ ഗുഡ് ഇനഫ് അല്ലേ എന്നിങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാറുണ്ടോ? അങ്ങനെ വരാറുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് പല ആൾക്കാരും ഫേസ് ചെയ്യുന്നതാണ്. ഒരിക്കലൊരു ക്ലയൻറ്റിനെ ഡീൽ ചെയ്തപ്പം അവർ ഒരു ലേഡി ആയിരുന്നു. ഒരു ലേറ്റ് 20s നിൽക്കുന്ന, അപ്പം അവരൊരു കോണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് ഒരു ടെക് കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പം അവർ മെയിനായിട്ട് തെറപ്പി അറ്റൻഡ് ചെയ്യാൻ വന്നതിൻ്റെ റീസൺ അവർക്ക് ഈ ഫിയേഴ്സ് ആയിരുന്നു അവരുടെ ഇഷ്യൂസ്. അത് എസ്പെഷ്യലി അവർക്ക് ഉണ്ടായിരുന്നത് പബ്ലിക് സ്പീക്കിങ്ങിലായിരുന്നു അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഇപ്പം ഒരു കമ്പനിയിൽ ഒന്നോ രണ്ടോ ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴൊന്നും അത്ര ബുദ്ധിമുട്ടുകൾ അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാൽ ഒരു ലാർജ് ഗ്രൂപ്പ്, അതൊരു 10-15 പേരിലുള്ള ഒരു ഗ്രൂപ്പാകാം, അതിലേക്ക് അവർക്ക് സംസാരിക്കാൻ, ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാൻ, ഓഡിയൻസിനെ ഫേസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട്. അവർ പറഞ്ഞത് അവരുടെ ഈവൻ മാരേജിൽ പോലും അവർക്ക് മൈക്ക് കൈ കിട്ടിയപ്പം അവർക്ക് അവിടെ സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അവരുടെ ഒരു റിസപ്ഷനായിട്ടുള്ള ഒരു ഫംഗ്ഷനിൽ അവർക്ക് സംസാരിക്കാൻ വേണ്ടി മൈക്ക് കൊടുക്കേണ്ടായി. ആ സമയത്ത് അവർക്ക് സ്റ്റാമർ ചെയ്യായിരുന്നു, അവർക്ക് അത് കൈ പിടിക്കുമ്പം പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ആ ഒരു ഇഷ്യൂ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഫിയർ ഒന്നും കൂടെ കൂടുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെയാണ് അവർ തെറപ്പി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നത്. സോ അങ്ങനെ നമ്മൾ തെറപ്പി സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആണ് നമ്മളത് എവിടെ നിന്നാണ് ഈ ഫിയർ വരുന്നത് എന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയത്. അങ്ങനെ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ചൈൽഡ്ഹുഡിൽ നിന്നാണ് ഇതിൻ്റെ റൂട്ട് വരുന്നത്. അവർ ചെറുതിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴോ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റ സമയത്ത് ഇതുപോലെ സ്റ്റാമർ ചെയ്തു. അപ്പോൾ അവരുടെ ടീച്ചർ അവരെ കളിയാക്കുകയും ഇൻസൾട്ട് ചെയ്യും, മറ്റ് ഫ്രണ്ട്സ് അവിടെ നിന്ന് ചിരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിനുശേഷം അവരെവിടെന്നോ വിശ്വസിക്കാൻ തുടങ്ങി, ഞാൻ ചെയ്താൽ തെറ്റിപ്പോവും, എന്നെ മറ്റുള്ളവർ കളിയാക്കും, എന്നെ ജഡ്ജ് ചെയ്യും. ഈ ഫിയർ അവരുടെ മനസ്സിൽ അവിടെ നിന്നേ ഉണ്ട്. പിന്നെ അവർ ഓരോ സിറ്റുവേഷൻസും എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഫേസ് ചെയ്യും. ചിലതൊക്കെ അവർ ഒഴിവാക്കും. അങ്ങനെ ഇപ്പം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പം അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്, ഇന്ന് നിൽക്കുന്ന ആ പെൺകുട്ടിക്ക് അത് ഡീൽ ചെയ്യണമെന്നും അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിനെ യൂസ് ചെയ്യണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ആ ഫിയർ തന്നെ ജീവിക്കുകയാണ്. അതൊരു കൈൻഡ് ഓഫ് ഒരു ഇറാഷണൽ ഫിയർ ആണെന്ന് നമുക്ക് പറയാം. ഫിയേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്. റാഷണൽ ഫിയേഴ്സും ഉണ്ട്, ഇറാഷണൽ ഫിയേഴ്സും ഉണ്ട്. റാഷണൽ ഫിയേഴ്സ് എന്ന് പറയുമ്പം അവിടെ ഒരു സ്റ്റിമുലസ് അവിടെ ഉണ്ടാകും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വഴി കൂടെ നടന്നു പോകുമ്പോൾ ഒരു പാമ്പോ ഒരു പട്ടിയോ ഒക്കെ അവിടെ ആ ഒരു സ്റ്റിമുലസ്, ആ പാമ്പിനെയോ പട്ടിയോ നമുക്ക് സ്റ്റിമുലസ് എന്ന് വിളിക്കാം. ഒരു റിയൽ സ്റ്റിമുലസ് അവിടെ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ത്രെറ്റിനോടുള്ളൊരു ഫിയറിനെ നമുക്കൊരു റാഷണൽ ഫിയർ എന്ന് വിളിക്കാം. എന്നാൽ ഇറാഷണൽ ഫിയർ എന്ന് പറയുമ്പം ഞാൻ പുറത്തോട്ട് ഇറങ്ങി നടക്കുമ്പം ആൾക്കാർ എന്നെ ജഡ്ജ് ചെയ്യുമോ, ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാൽ അവരെന്നെ എങ്ങനെ നോക്കിക്കാണും, ഞാൻ ഫെയിലായി പോയാലോ എന്നിങ്ങനെ അവിടെ ആക്ച്വലി അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഇറാഷണലായിട്ട്, അതായത് അങ്ങനെ ആക്ച്വലി ഇല്ല എന്നാൽ നമുക്ക് അങ്ങനെ ഒരു ഫിയർ വരിക. അപ്പോൾ ഈ കേസിൽ ഈ കുട്ടി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അധികം ഇറാഷണൽ ആയിട്ടുള്ള ഫിയേഴ്സ് ആയിരുന്നു. സംസാരിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർ എന്നെ ജഡ്ജ് ചെയ്താലോ, മറ്റുള്ളവർ എന്നെ നോക്കി ചിരിച്ചാലോ എന്നിങ്ങനെ കുറേ കാര്യങ്ങളായിരുന്നു. അത് നമ്മൾ തെറപ്പിയിൽ കുറേ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യാൻ തുടങ്ങി, ഗ്രൗണ്ടിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഓരോ ഫിയേഴ്സിനെ ചെറിയ രീതിയിൽ നമ്മളതിനെ ഫേസ് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ജേർണലിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇവഞ്ച്വലി കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ആൾ പതുക്കെ പതുക്കെ ചെറിയ കാര്യങ്ങളെ, ആളുടെ എഫേർട്സ് അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഫൈനലി അവർ അവരുടെ ഫിയേഴ്സിനെ ലെറ്റ് ഗോ ചെയ്യുകയും, ഇപ്പോഴും അതിൻ്റെ അർത്ഥം അവരൊരു കാര്യം ചെയ്യുമ്പം അവർക്ക് ഫിയേഴ്സ് ഇല്ല എന്നുള്ളതല്ല, അവർക്ക് ഫിയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ അവർ ആ ഫിയറിനെ ഫേസ് ചെയ്യാനായിട്ട് ഒരു ബെറ്റർ വേയിൽ പഠിച്ചു. ഫിയർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു നാച്ചുറൽ ഇമോഷനാണ്. നമുക്കതിനെ ഒരു പാരനോയിഡ് ആയിട്ടുള്ള, അതായത് ഒരു സംശയരോഗമുള്ളൊരു ബോഡി ഗാർഡിനെ പോലെ ഇമാജിൻ ചെയ്യാം. കാരണം സംശയരോഗമുള്ളൊരു ബോഡി ഗാർഡ് എന്ന് പറയുമ്പോൾ അത് ചിലപ്പം കറക്റ്റ് സിറ്റുവേഷനിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടാവും, എന്നാൽ ചില സമയങ്ങളിൽ അയാളുടെ സംശയങ്ങൾ കൊണ്ടാണ് അത് അങ്ങനെ വർക്ക് ചെയ്യുന്നത്.
ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു റിയൽ ലൈഫിൽ ഒരു ഡേഞ്ചർ ഉണ്ടാകുമ്പോഴും നമുക്ക് ഫിയർ വേണ്ടതാണ്, ഒരു ഇമോഷനാണ്. എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കുമ്പോൾ, ഒരു വേദിയിൽ സംസാരിക്കാൻ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ട് ഒരാളെ സ്നേഹിക്കുമ്പോഴൊക്കെ ഈ ഫിയർ നമ്മളെ മേ ബി പുറകോട്ട് വലിക്കുന്നുണ്ടാവാം. ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരെ അമിതമായിട്ട് പ്ലീസ് ചെയ്യാൻ നോക്കുന്നത്, കാര്യങ്ങളെ പിന്നീടത്തേക്ക് മാറ്റി മാറ്റി വെക്കുന്നത്, പ്രൊക്രാസ്റ്റിനേഷൻസ് പോലെ, അല്ലെങ്കിൽ നമുക്ക് വലിയതായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളെയും നമ്മൾ വളരെ ചെറുതായിട്ട് ചെയ്യുന്നതൊക്കെ ഫിയേഴ്സ് പല രീതിയിൽ വരുന്നതിൻ്റെ ഒരു എന്താ പറയുക, ഇങ്ങനെയുള്ള രീതികളിലാണ് ആക്ച്വലി ഫിയേഴ്സ് പുറത്തേക്ക് പലപ്പോഴും സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മളിൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും എന്തിനെങ്കിലുമൊക്കെ ഫിയർ ചെയ്യുന്നുണ്ടാവും. ഒന്നെങ്കിൽ ഫിയർ ഓഫ് റിജക്ഷൻ ആയിരിക്കാം, അവർക്ക് എന്നെ ഇഷ്ടമായില്ലെങ്കിലോ, അവരെന്നെ റിജക്റ്റ് ചെയ്താലോ, ഞാൻ ഫെയിലായി പോയാലോ, ഇനി എനിക്ക് എന്തെങ്കിലും ഒരു സക്സസ് വന്നാൽ എനിക്ക് ആ സക്സസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, അല്ലെങ്കിൽ എന്നെ ആൾക്കാർ അബാൻഡൻ ചെയ്ത് എന്നെ ലെഫ്റ്റ് ഔട്ട് ചെയ്തിട്ട് എന്നെ ഇട്ടിട്ട് പോയാലോ, എന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫിയേഴ്സ് നമ്മുടെ ഉള്ളിലുണ്ടാവാം. നമ്മളിലുണ്ടാവുന്ന ഈ ഫിയേഴ്സ് ഒക്കെ ബേസിക്കലി ഒന്നുകിൽ നമ്മളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിൽ നിന്ന് വരുന്നതാവാം, അല്ലെങ്കിൽ ഒരു കൾച്ചറലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ പ്രഷറിൽ നിന്നാവാം, അതും അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ഇമോഷണൽ ആയിട്ടുള്ള മുറിവുകളിൽ നിന്നോ ട്രോമകളിൽ നിന്നോ ഒക്കെ സംഭവിക്കുന്നതാവാം. എങ്ങനെയാണ് നമുക്ക് ഈ ഫിയറിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നത്? ഈ ഫിയറിനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന കാര്യം പറയുമ്പോൾ, ഇനി നിങ്ങൾ ഈ വീഡിയോ അങ്ങോട്ടേക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഫിയർ എന്ന് പറഞ്ഞൊരു കാര്യം ഒരിക്കലും ഇല്ലാതെ ആവുന്നില്ല. നമ്മൾ പല ആൾക്കാരെയും പബ്ലിക്കലി സംസാരിക്കുന്നതും നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന അവർക്ക് പേടി എന്നൊരു കാര്യമേ ഇല്ല, അവരിത് ചെയ്ത് ചെയ്ത് പ്രാക്ടീസിലൂടെ അവർക്ക് പേടി എന്നൊരു കാര്യം ഒട്ടും ഇല്ല എന്നുള്ളതായിരിക്കാം. പക്ഷേ ഏതൊരാളുടെയും എത്ര പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെയും ഉള്ളൊരു ലൈറ്റ് ആയിട്ടുള്ള ഫിയർ അവരും അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് അവർ കാര്യങ്ങളെ, ആ ആക്ഷനെ അവിടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വന്നാലും ഈ ഫിയർ അവിടെ ഉണ്ടാകും. പക്ഷെ നമ്മളതിനെ ഫേസ് ചെയ്യുന്നത് എങ്ങനെ ബെറ്റർ ആയിട്ട് നമ്മളതിനെ ഫേസ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നെയിം ദ ഫിയർ. നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പബ്ലിക് സ്പീക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മളവിടെ പേടി വരുമ്പം നമ്മൾ ആ ഫിയറിനെ നെയിം ചെയ്യുക. എന്താണ് അവിടെ നമ്മൾ ഫിയർ ചെയ്യുന്നത്? നമ്മളെ അവിടെ ജഡ്ജ് ചെയ്യപ്പെടുമോ എന്നുള്ളതാണോ, നമ്മൾ ഇനഫ് അല്ല എന്നുള്ളതാണോ, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബോഡിയിൽ ഇൻസെക്യൂരിറ്റീസ് ആണോ, എന്താണ് അവിടെ നമ്മളെ ഫിയർ ചെയ്യിപ്പിക്കുന്നത്, നമ്മളെ ലിമിറ്റ് ചെയ്യിക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ എക്സാക്റ്റ് ആയിട്ട് നെയിം ചെയ്യുക. അത് കുറച്ചും കൂടെ നിങ്ങളെ ഫിയറിനെ ഫേസ് ചെയ്യിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ട്രേസ് ദ റൂട്ട്. ഫിയറിന് എപ്പോഴും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ ആ പെൺകുട്ടിക്ക് ഉണ്ടായ ആ ചൈൽഡ്ഹുഡിലെ എക്സ്പീരിയൻസ് പോലെ നിങ്ങളുടെ ഉള്ളിലും അങ്ങനെ ഒരു റീസൺ ഉണ്ടാവാം. എവിടെന്നോ ആണ് ഇതിൻ്റെ ഒരു റൂട്ട് വന്നിട്ടുണ്ടാവുക. ആ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസുകൾ എന്തായിരുന്നു, ആ ഇൻസിഡൻറ്റ് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. കാരണം അത് നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എവിടെ നിന്നാണ് എനിക്ക് ഈ ഫിയർ വന്നതെന്നും അതിനെ ബെറ്ററായിട്ട് മനസ്സിലാക്കുമ്പോൾ ഇത് എൻ്റെ കുഴപ്പമല്ല എന്നുള്ളതും ഇത് ഈ എക്സ്പീരിയൻസിൽ നിന്നാണെന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് ആ ഫിയറിനെ ഫേസ് ചെയ്യിപ്പിക്കാനും, അല്ലെങ്കിൽ ആ ഫിയറിനെ ഡീൽ ചെയ്യിക്കാനുള്ള ഒരു ബെറ്റർ വേ ആണ്. ടോക്ക് ടു ദ ഫിയർ. ഫിയർ നമ്മൾ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ബോഡി ഗാർഡ് പോലെ, ഒരു പാരനോഡ് ആയിട്ടുള്ള ഒരു ബോഡി ഗാർഡിനെ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക, ഇത് പറയുന്നതെല്ലാം നമ്മൾ എപ്പോഴും വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ ഇത് നിനക്ക് പറ്റില്ല പറ്റില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നീ ഫെയിലായി പോയാലോ, നിനക്ക് തെറ്റിപ്പോയാലോ എന്നിങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, തെറ്റിപ്പോയാൽ എന്താണ്, ആരാണ് അവിടെ നമ്മളെ ജഡ്ജ് ചെയ്യുന്നത്? ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് ചിലപ്പോൾ ജഡ്ജ് ചെയ്യുമായിരിക്കും, അവർ ജഡ്ജ് ചെയ്തോട്ടെ. അപ്പോൾ നമ്മളതിനെ ലെറ്റ് ഗോ ചെയ്യുന്നതും നമ്മളതിനെ ഫേസ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നതുമാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് നമ്മുടെ ഫിയറിനോട് സംസാരിക്കാം, നമുക്ക് നമ്മുടെ മൈൻഡിനെ റിയഷർ ചെയ്യാം. എനിക്കിത് പറ്റുമെന്നും എന്നെക്കൊണ്ടിത് ആവാതെ ഒന്നുമില്ല, എനിക്കിത് ചെയ്യാൻ പറ്റും, ആൾക്കാരെന്നെ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ ജഡ്ജ് ചെയ്തോട്ടെ. ഇങ്ങനെ നമുക്ക് മുന്നോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഫിയറിനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. നമ്മൾ പലപ്പോഴും ഒരു കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് സംസാരിക്കാൻ നോക്കുമ്പോൾ, ഒരു ഗ്രൂപ്പിൽ ഇരുന്നൊരു ഒപ്പീനിയൻ പറയാൻ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ദേഹത്തേക്ക് ഒരു ഫോക്കസ് ഫ്ലൈറ്റ് കൊണ്ടുവന്ന് വെച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത്. അത് ആക്ച്വലി നമ്മളുടെ മാത്രം സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. ഈ ജഡ്ജ്മെൻറ്റിനെ ഫേസ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് തോന്നുന്ന പല ഈ ഒരു ഫോക്കസ് ഓഫ് ലൈറ്റും, അല്ലെങ്കിൽ ആൾക്കാരെ നമ്മളെ ഉറ്റുനോക്കുന്നത് പോലെ തോന്നുന്നതൊക്കെ നമ്മുടെ സബ്ജക്റ്റീവ് ഫീലിംഗ് ആണ്. ഇപ്പം ഈ ഒരു ഗ്രൂപ്പിൽ ഒരു 15 പേര് ഇരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ഫോക്കസ് ഓഫ് ലൈറ്റ് ഒന്നും അവിടെ തോന്നുന്നില്ലല്ലോ. ഒരാൾ അവിടെ എഴുന്നേൽക്കുന്നു, അവിടെ അയാൾ സംസാരിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു, നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങളെ അടുത്തേക്ക് വരുമ്പം തോന്നുന്ന ഒരു ഫീലിംഗ് അവിടെ തോന്നുന്നില്ലല്ലോ. ഇതേ രീതിയിൽ തന്നെയാണ് ആ 15 പേരും നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിങ്ങളെയും അതേ രീതിയിൽ തന്നെയാണ് ഫേസ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ നമുക്ക് സബ്ജക്റ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്
നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നുവെന്നും നമ്മൾ പറയാൻ പോകുന്നതിൽ തെറ്റിന് എല്ലാവരും ഭയങ്കര കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്ക് പേഴ്സണലി നമ്മൾക്ക് മാത്രം തോന്നുന്ന ഒരു കാര്യമാണ്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഈ ഒരു റിയാലിറ്റി മേ ബി നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ ജഡ്ജ്മെൻറ്റിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കരുത്ത് തരുന്നതാണ്. നിങ്ങളിപ്പം പബ്ലിക്കിൽ സംസാരിക്കാൻ പേടിയുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കിപ്പം ആ ഒരു പബ്ലിക്കിൽ ഫേസ് ചെയ്യാനായിട്ടുള്ള സംസാരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് തരുമ്പോൾ നിങ്ങൾ പലപ്പോഴും അതിനെ എന്തെങ്കിലും എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് ഒഴിവാക്കാനായിട്ട് നോക്കും. എനിക്കിവിടെ പോകണം, അവിടെ പോകണം. അപ്പോൾ അവർ പറയും ഓക്കെ എന്നാൽ ഇന്ന് നീ ചെയ്യണ്ട. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട്, ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നീട് അത് എന്ത് ചെയ്യും, അത് പിന്നീടും ഇങ്ങനെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ അത് അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം നമ്മളെ ആ താൽക്കാലികമായിട്ട് കിട്ടിയ ഒരു ആശ്വാസം നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, ഇത് ഒഴിവായി പോയല്ലോ, ഇത് ഒഴിവായി പോയല്ലോ. പക്ഷേ ഇത് നമ്മൾ ഫേസ് ചെയ്യാത്തടത്തോളം കാലം ഈ ഒരു പേടി നമ്മുടെ ഉള്ളിൽ അങ്ങനെ തന്നെ തങ്ങി നിൽക്കും. നമ്മൾ എന്നാണോ നമ്മൾ ആ സ്റ്റേജിലേക്ക് കയറുന്നത്, അവിടെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നത്, ഇത്തിരി തെറ്റിപ്പോയാലും നമ്മൾ അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നത്, അടുത്ത വട്ടം നമുക്ക് ഒരു ഇത്തിരി കൂടെ ഫിയർ അവിടെ നിന്ന് കുറയുന്നതേ ഉണ്ടാകുള്ളൂ. പക്ഷേ ഇത് ഫേസ് ചെയ്യാതിരിക്കുന്ന അടുത്തോളം കാലം ഈ പേടിയുടെ അളവ് നമ്മുടെ മനസ്സിൽ കൂടിക്കൂടി വരും. ഈ താൽക്കാലികമായിട്ടുള്ള ആശ്വാസം ആക്ച്വലി ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ്. കാം ദ നെർവസ് സിസ്റ്റം. നമുക്ക് ഫിയർ എന്നൊരു ഇമോഷൻ അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ബോഡിയിൽ കുറേ റെസ്പോൺസുകൾ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് മേ ബി നമ്മൾ വിയർക്കുന്നുണ്ടാവാം, നമ്മുടെ ശ്വാസം ഇടിക്കുന്നത് കൂടുന്നുണ്ടാവാം, നെഞ്ചിടിക്കുന്നത് കൂടുന്നുണ്ടാവാം. അപ്പോൾ ഇങ്ങനെ കുറേ ഡിഫറൻസുകൾ നമ്മുടെ ബോഡിയിൽ കൈ വിറയ്ക്കുന്നത് പോലെ അല്ലെ കാല് വിറയ്ക്കുന്നത് പോലെ ആകെ ഒരു പരവേശവും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. ഇത് ഒരു ഫിയറിൻ്റെ ഒരു നാച്ചുറൽ വേ ഓഫ് റെസ്പോൺസ് ആണ്. ഇതിനെ നമുക്ക് എങ്ങനെയാണ് സൂത്രം ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ മുന്നത്തെ സ്ട്രെസ് മാനേജ്മെൻറ്റ് വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് നമുക്ക് ഡീപ്പായിട്ടുള്ള ബ്രീത്ത് എടുക്കുന്നതാണ്. ഡീപ്പ് ബ്രീത്ത്സ് എപ്പോഴും നമ്മുടെ ബോഡീനെ കാം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഡീപ്പ് ബ്രീത്ത്സ് എടുക്കുമ്പോൾ നമ്മുടെ ബോഡി ഒരു റിലാക്സ്ഡ് സ്റ്റേജിലേക്ക് എത്തുന്നുണ്ട്. റിലാക്സ്ഡ് സ്റ്റേറ്റിൽ ആയിട്ടുള്ള ഒരു ബോഡിയിൽ ആൻസൈറ്റി എന്ന് പറഞ്ഞ കാര്യം എക്സ്പീരിയൻസ് ചെയ്യില്ല എന്നുള്ളതാണ് ഒരു ഫാക്ട്. അതുകൊണ്ടാണ് പല സൈക്കോളജിസ്റ്റുകളും മേ ബി നിങ്ങളോട് പറയുന്നത് എപ്പോഴും ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക എന്നുള്ളത്. ഡീപ്പ് ബ്രീത്തിങ് പോലെ തന്നെ മറ്റൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസാണ് ഗ്രൗണ്ടിങ് എക്സസൈസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്നും പറയും. അത് നമ്മളുടെ 5 സെൻസുകളെയും ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു എക്സസൈസാണ്. അതെന്താണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് യൂട്യൂബിൽ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഗ്രൗണ്ടിങ് എക്സസൈസ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ചെറിയ സ്ട്രെച്ചിങ് എടുക്കുന്നത്, ഒന്ന് ചെറിയ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ചെറിയൊരു നടത്തം, ഇതൊക്കെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ഒന്ന് റിലാക്സ് ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ. നമ്മൾ പല ആൾക്കാർക്കും ഉള്ളൊരു മോശമായിട്ടുള്ളൊരു സ്വഭാവമാണ് നമ്മൾ നമ്മുടെ സെൽഫിനോട് ഭയങ്കര നെഗറ്റീവായിട്ട് സംസാരിക്കും. എന്തെങ്കിലും ഒരു അബദ്ധം നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മോശക്കാരാണെന്നും നമുക്കിതൊന്നും അറിയില്ല എന്നും നമ്മൾ പൊട്ടയാണെന്നും ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സെൽഫിനോട് പറയാറുണ്ട്. ഈ സെൽഫിൻ്റെ ഈ ഒരു സെൽഫ് നെഗറ്റീവ് ടോക്സ് എപ്പോഴും നമുക്ക് ആ ഫിയറിനെ ഒന്നും കൂടെ കൂട്ടാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഭയങ്കര പേടിച്ചിരിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളോട്, ഒരു പേടിച്ചിരിക്കുന്ന ഒരാളോട് കുറേ പോയിട്ട് അയാളെ വീണ്ടും വീണ്ടും പാനിക് ആക്കുന്ന രീതിയിൽ സംസാരിക്കുവാണെങ്കിൽ അയാളുടെ ഫിയർ അവിടെ നിന്ന് പോകുന്നുണ്ടാവില്ല. അയാൾക്ക് ഒരിക്കലും അടുത്തൊരു കാര്യം ചെയ്യാനായിട്ട് തോന്നുന്നുണ്ടാവില്ല. ഇത് തന്നെയാണ് ശരിക്കും നെഗറ്റീവ് സെൽഫ് ടോക്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം നിർത്തിയിട്ട് കുറേ കൂടെ കമ്പാഷനേറ്റ് ആയിട്ട് നമ്മളോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു നർച്ചറിങ് ആയിട്ടുള്ള ഒരു പാരൻറ്റിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ആ ഒരു പാരൻറ്റിങ്, നമുക്കൊരു നർച്ചറിങ് പാരൻറ്റ് നമ്മുടെ ഉള്ളിലുള്ളപ്പോഴാണ് നമുക്ക് തെറ്റുകളിൽ നിന്ന് മുന്നോട്ട് വരാനും നമുക്ക് ഗ്രോ ചെയ്യാനും ഒക്കെ പറ്റുന്നത്. ഗെറ്റ് സപ്പോർട്ട്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ടാവാം, ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്നത് പോലെ തന്നെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നിങ്ങൾക്കൊരു ഹെൽപ്പിംഗ് എയ്ഡ് ആണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ചില ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാം, ടെക്നിക്സ് യൂസ് ചെയ്യാം. പക്ഷേ ഇതൊരിക്കലും ഒരു തെറപ്പി സെഷൻ പോലെയോ ഒരു കൗൺസിലിംഗ് സെഷൻ പോലെയോ ഒന്നും അതിനോട് ഇക്വലൻ്റ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടും നിങ്ങൾക്കത് തന്നെത്താനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടിലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഹെൽപ്പ് സീക്ക് ചെയ്യുക. കാരണം ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് നിങ്ങൾ പോയി സംസാരിക്കുന്നത് നമ്മളൊരു അല്ലാതെ വീഡിയോസിലോ അല്ലെങ്കിൽ മറ്റാൾക്കാർ പറയുന്നതോ കേൾക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഏറ്റവും നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയർ ബൈ ആയിട്ട് ആരെയാണോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു നല്ല ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ തന്നെ പോയിട്ട് കൺസൾട്ട് ചെയ്യാനായിട്ട് ഒരു മടിയും നിങ്ങൾ വിചാരിക്കരുത്. ഹെൽപ്പ് സീക്ക് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ എടുത്ത് പറയേണ്ടതുണ്ട്. ഞാൻ കുറേയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പല ആൾക്കാരുടെയും മനസ്സിൽ ഇപ്പം ഒരു തെറപ്പിക്ക് വരുന്നതോ ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുന്നതോ ഒക്കെ
കുറേയും കൂടി പ്രോഗ്രസീവായി. ഇപ്പോൾ അതൊന്നും ഒരു ഇഷ്യൂ ആയിട്ട് പലരും കണക്കാക്കുന്നില്ല ആയിരുന്നു. പക്ഷേ ഈ അടുത്തുണ്ടായ റീസെൻ്റ് ആയിട്ടുള്ള ചില എക്സ്പീരിയൻസുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോഴും നമ്മളിൽ പല ആൾക്കാരിലും, നമ്മളിൽ യങ് ആയിട്ടുള്ള ആൾക്കാരിൽ തന്നെ, പ്രായമായവരിൽ മാത്രമല്ല യങ് ആയിട്ടുള്ള ആൾക്കാരിലും എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ, എനിക്ക് ഭ്രാന്തുണ്ടോ, എനിക്കെന്തെങ്കിലും വട്ടുണ്ടോ, അതുകൊണ്ടാണോ ഞാൻ ഇങ്ങനെ ഒരു തെറപ്പിക്ക് വരേണ്ടി വന്നത്, ഞാൻ നോർമൽ അല്ലേ എന്നിങ്ങനെയൊക്കെ കുറേ ചിന്തകളുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു പനി വരുന്നത് പോലെയോ ഒരു വയറുവേദന വരുമ്പോൾ നമ്മളൊരു ഡോക്ടറെ കാണുന്നത് പോലെ തന്നെയുള്ളൂ ഈ ഒരു എന്താ പറയുക, ഒരു തെറപ്പി അറ്റൻഡ് ചെയ്യാൻ പോകുന്നതോ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നതോ ഒക്കെ. അതിന് നമ്മളൊരു ബിഗ് തിങ് ആയിട്ട് നമ്മളതിനെ കണക്കാക്കേണ്ടതില്ല. അത് എടുത്തു പറയേണ്ടി വരുന്നത് ഈ അടുത്തുണ്ടായ ചില ആൾക്കാരിൽ നിന്നുള്ള സംസാരങ്ങളിൽ നിന്നും ആൾക്കാരിൽ നിന്നുള്ള ഇൻട്രാക്ഷൻസിൽ നിന്നും എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ആവശ്യമില്ല എന്നും, നിങ്ങൾക്കൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ നിങ്ങൾ സപ്പോർട്ട് സീക്ക് ചെയ്യുക. സോ ഫിയർ ഡസൻറ്റ് മീൻ ദാറ്റ് യു ആർ വീക്ക്. ഫിയർ മീൻസ് ദാറ്റ് യു ആർ എ ഹ്യൂമൻ ബീയിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.